നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ചാണപ്പാറ സന്മാർഗദായിനി ഗ്രന്ഥശാല കേന്ദ്രീകരിച്ച് ദേശീയ നൃത്തോത്സവം സംഘടിപ്പിച്ചു. സദ്ഗമയ 2014 എന്ന പേരിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2014 ഡിസംബർ 23 മുതൽ 28 വരെ ചടയമംഗലത്ത് ദേശീയോദ്ഗ്രഥന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ക്യാമ്പിന്റെ ഭാഗമായി പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, കർണാടകം, ഗോവ, തമിഴ്നാട്, അസം, കേരളം, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 200-ലധികം കലാകാരന്മാരാണ് നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട ആദ്യ പരിപാടിയാണ് ചാണപ്പാറയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കലാകാരന്മാരെ വരവേറ്റത്. വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ അവരുടെ തനത് വേഷങ്ങളോടെ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വാദ്യഘോഷങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും വർണ്ണവിസ്മയം തീർത്ത ഘോഷയാത്രയിൽ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. സമ്മേളനം നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ വി അലി സാബ്രിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല ആക്ടിംഗ് പ്രസിഡന്റ് ജെ.സി. അനിൽ അധ്യക്ഷനായി. സെക്രട്ടറി ജി.എസ്. പ്രജ്ലാൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സംഗീത വിദ്വാൻ കടയ്ക്കൽ ബാബു നരേന്ദ്രനെ ആദരിച്ചു. നെഹ്റു യുവകേന്ദ്ര സോണൽ ഡയറക്ടർ എം സദാചാരവേൽ, സി.ആർ. ജോസ് പ്രകാശ്, ക്യാമ്പ് യൂത്ത് കോർഡിനേറ്റർ ഹരി, സി. ബിന്ദു, എസ്. സുരേന്ദ്രൻ, പി. ജി. ഹരിലാൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തെന്മല അയ്യപ്പൻകാണിക്ക് സമീപത്ത് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. 2 മരങ്ങളാണ് മുറിച്ചത്. കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നിട്ടുണ്ട്. പാതിയോളം മുറിച്ച മരം വനപാലകർ എത്തി മുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വെറും 300 മീറ്റർ അകലെയാണ് സംഭവം. രാത്രികാലങ്ങളിൽ വാച്ചർമാരുടെ പട്രോളിംഗ് ശക്തമല്ലാത്തതാണ് മരങ്ങൾ മോഷ്ടിക്കപ്പെടാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് കോട്ടവാസൽ, നെടുവണ്ണൂർ കടവ് തുടങ്ങിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയതായി തെന്മല റേഞ്ച് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ശബരിമല തീർത്ഥാടകർക്കായി മുക്കടവിൽ സ്നാനഘട്ടമൊരുക്കിയെങ്കിലും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൌകര്യമൊരുക്കിയിട്ടില്ല. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സ്ഥലമില്ലാതെ വലയുകയാണ്. പുനലൂർ നഗരസഭയുടെയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയായ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
പുനലൂർ നഗരസഭയുടെയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയാണ് മുക്കടവ്. പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ ഓരം. അച്ചൻകോവിലാറിന്റെ കൈവഴി കടന്നുവന്ന് കല്ലടയാറ്റിൽ പതിക്കുന്നതും ഇവിടെയാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ കുളിക്കുന്നതിന് ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പ്രാഥമിക സൌകര്യങ്ങളില്ലാത്തതിനാൽ വലയുകയാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുതൽ മുടക്കി വന്മള, മുക്കടവ് വാർഡുകളിലായി 2 കുളിക്കടവുകൾ സ്ഥാപിച്ചു. ഒരു പരിധിവരെ തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് ഇത് ഉപകാരപ്രദമാവുമെങ്കിലും പ്രാഥമിക കൃത്യത്തിനുള്ള അപാകത ഇവരെ വലയ്ക്കുകയാണ്. ആറിന്റെ തീരത്തും വഴിയരികിലും പ്രാഥമിക കൃത്യം നടത്തേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇവിടുത്തെ ശുചിത്വമില്ലായ്മയാണ് മറ്റൊരു ഭീകരത. മലമൂത്ര വിസർജ്യങ്ങൾക്ക് മധ്യത്തിലിരുന്നാണ് അയ്യപ്പ ഭക്തർ ആഹാരം കഴിക്കുന്നത്. ഇവിടെ ഈ ആറ്റുവഴിയുള്ള മൂത്രവും എല്ലാം ഇതിനകത്ത് തന്നെയാണ്. ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ തൂത്തുവാരൊക്കെ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടാണ്. ദിനംപ്രതി നിരവധി അയ്യപ്പ ഭക്തരാണ് ഇതുവഴി കടന്നുപോകുന്നത്. തീർത്ഥാടകർക്കായി ഇവിടെ വലിയ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പേരിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പുനലൂർ നഗരസഭ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. നഗരസഭയിലെ നെല്ലിപ്പള്ളി വാർഡിലാണ് മുക്കടവ്. ഇവിടം ഇപ്പോൾ മാലിന്യ കൂമ്പാരത്താൽ മൂടപ്പെട്ട് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗം ശുചീകരിക്കാൻ ഒരു താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ നഗരസഭാ അധികൃതർ ഇതിനുപോലും തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അച്ചൻകോവിലിൽ CPM DYFI പ്രവർത്തകരുടെ സഹായത്താൽ പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ നിർവഹിച്ചു. ഭവന നിർമ്മാണ പദ്ധതിയിൽ അനുവദിച്ചിരുന്ന തുക കരാറുകാർ തട്ടിയെടുത്ത സാഹചര്യത്തിലാണ് CPM DYFI പ്രവർത്തകർ സഹായത്തിനെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം, അത് ആദ്യം കിട്ടിയ പൈസ ഒരു കരാറുകാരൻ തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ പണം സമാഹരിച്ച് ഇതിന്റെ 1-2 ഗഡുകൾ കൊണ്ട് ചെയ്യേണ്ട പണിയെല്ലാം പൂർത്തിയാക്കി ആ നിലയിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടുത്തെ സഹാക്കൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരു 2 മാസം മുമ്പാണ് ഇതേപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് CPMന്റെയും DYFIയുടെയും സഹാക്കൾ ചേർന്ന് ഒരു വീടുണ്ടാക്കി കൊടുത്ത ഇതേപോലെ തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിന് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തെ സഹാക്കളുടെ മുൻകൈയിൽ ഉണ്ടായിട്ടുണ്ട്. 2008-2009 കുട്ടത്തിമണ്ണിൽ ശാരദയ്ക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്ന് ഭവന നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. വീടിന് അനുവദിച്ച 1-2 ഗഡു തുക കരാറുകാർ തട്ടിയെടുത്തതിനാൽ ഭവന നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ലത്രേ. പുറമ്പോക്കിൽ ചണച്ചാക്ക് വിരിച്ച് ടാർപോളിൻ കിട്ടിയ കൂരയിൽ കഴിഞ്ഞിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ശാരദയുടെ ദുസ്ഥിതി മനസ്സിലാക്കിയ അച്ചൻകോവിൽ പ്രദേശത്തെ CPM DYFI പ്രവർത്തകർ പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ 3-ാം ഗഡു നൽകണമെങ്കിൽ ഫൗണ്ടേഷൻ നിർമ്മിച്ച് കട്ട കെട്ടി കട്ടള മട്ടമാക്കണമെന്ന് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപിരിവുകൾ നടത്താതെ പ്രദേശത്തെ CPM DYFI പ്രവർത്തകർ സ്വരൂപിച്ച പണം കൊണ്ട് വീട് പണി പൂർത്തീകരിക്കുകയായിരുന്നു. വീടിന് ആകെ ചെലവായ തുക 1,23,850 രൂപയാണ്. ഇതിൽ പട്ടികജാതി വകുപ്പിൽ നിന്ന് ലഭിച്ച 1,23,000 രൂപ കഴികെ 60,850 രൂപ പ്രദേശത്തെ CPM DYFI പ്രവർത്തകരുടെ സംഭാവനയാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പത്തനാപുരം ഗാന്ധിഭവനിൽ ഡിസംബർ 27-ന് ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു. നെഹ്റു യുവകേന്ദ്രയും കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയവും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് സദ്ഗമയ എന്ന പേരിൽ ദേശീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും തനത് വേഷവിധാനങ്ങളോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലെയും കലാകാരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര പത്തനാപുരം കല്ലുംകടവിൽ നിന്നും ആരംഭിച്ചു. പത്തനാപുരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ R. ബൈജുകുമാർ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച് നെടുമ്പറമ്പ് ജംഗ്ഷൻ വഴി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഘോഷയാത്ര സമാപിക്കും. അതിനുശേഷം ഗാന്ധിഭവൻ അങ്കണത്തിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ MLA KB ഗണേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ MP കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
നൃത്തോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ MP കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. NYK ജില്ലാ യൂത്ത് കോർഡിനേറ്റർ അലി സാബ്രിൻ, NYK സോണൽ ഡയറക്ടർ സദാചാരവേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ഫാത്തിമ ഖാൻ, K ജോസ്, ശ്രീലേഖ രാജീവ്, N സുധാകരൻ, B സുജാത, മിനി ജോസ് പ്രകാശ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വടകോട് മോനച്ചൻ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ MS പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായ ഗാന്ധിഭവനിൽ നടക്കുന്ന ഈ ദേശീയ ഉത്സവം നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാൻ മുഴുവൻ കലാ ആസ്വാദകരെയും ഈ വരുന്ന 27-ാം തീയതി ഗാന്ധിഭവൻ അങ്കണത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നൃത്തോത്സവത്തിന്റെ മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. 3 മണിക്ക് കല്ലുംകടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര നെടുമ്പറമ്പിലെത്തി തിരികെ പഞ്ചായത്ത് ജംഗ്ഷനിൽ സമാപിക്കും. ഘോഷയാത്രയിൽ പഞ്ചാബ്, ആസാം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തെലുങ്കാന തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പരമ്പരാഗത കലാവേഷത്തിൽ അണിനിരക്കും. 5 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ദേശീയ നൃത്തോത്സവം അരങ്ങേറും. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വടകോട് മോനച്ചൻ, MS പ്രദീപ് കുമാർ, പ്രദീപ് ഗുരുകുലം, PA സജിമോൻ, മനോജ് സുമംഗലി, G ഭുവനചന്ദ്രൻ, JM ഷൈജു, മഞ്ചള്ളൂർ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. പത്തനാപുരം KSRTC ബസ് സ്റ്റേഷനും പരിസരവും വോളണ്ടിയർമാർ ശുചിയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. പഠനം മാത്രമല്ല, പഠനത്തിലുപരിയായി പഠനത്തോടൊപ്പം സമൂഹത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും രണ്ടും മനസ്സുണ്ടായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. നന്മ കണ്ടാൽ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുന്നതിനും തിന്മയെ ഉപേക്ഷിക്കുന്നതിനുമുള്ള ഒരു നല്ല മനസ്സാണ് കുട്ടികൾക്ക് ഈ NSSന്റെ പ്രവർത്തനം കൊണ്ട് വരുന്നത്. ഈ വയ്യവിളി ഞാൻ ഒരുപാടൊന്നും പറയത്തില്ല, പക്ഷേ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, ശുചിത്വവുമായി ബന്ധപ്പെട്ട്. ATO രാമകൃഷ്ണൻ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജോയ്മോൻ, NSS പ്രോഗ്രാം ഓഫീസർ പ്രദീപ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് TV ഷാജി, എക്സിക്യൂട്ടീവ് അംഗം സതീശൻ പാലമല, KSRTC സ്റ്റേഷൻ മാസ്റ്റർ അജു, അധ്യാപകരായ സിന്ധു, ദീപ്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊതുപ്രവർത്തകരുമെത്തി. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് സാജു ഖാൻ, പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് യൂണിയൻ ചെയർമാൻ ഫാറൂഖ് മുഹമ്മദ് തുടങ്ങിയവർ ശുചീകരണക്കാർക്കൊപ്പം കൂടി. ശുചിത്വ ഭാരതം, സുന്ദര ഭാരതം, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ വികസനം എന്നിവയാണ് സപ്തദിന ക്യാമ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആദിവാസി കോളനികളിലെ സന്ദർശനം, സ്കൂൾ പച്ചക്കറിത്തോട്ടം, പാലിയേറ്റീവ് കെയർ പദ്ധതി, ആരോഗ്യബോധവത്കരണ ക്ലാസുകൾ, സ്നേഹവീട്, പൈപ്പ് കമ്പോസ്റ്റ് തുടങ്ങി വിവിധ പരിപാടികൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മണിയാർ തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിക്കുന്നു. തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. ജനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച മണിയാർ UP സ്കൂളിൽ വെച്ച് ഒരു നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്താൻ ഉള്ള പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേത്ര പരിശോധന നടത്തി ആവശ്യമുള്ളവർക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി അവരെ അന്ന് തന്നെ തിരുനെൽവേലി കണ്ണാശുപത്രിയിൽ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയ നടത്തി 5-ാം ദിവസം അവരെ തിരിച്ച് ഈ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജനുവരി 3 ശനിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മണിയാർ ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇരുവൃക്കകളും തകരാറിലായ 4-ാം ക്ലാസ് വിദ്യാർത്ഥി നന്ദുവിന് ധനസഹായവും ക്യാമ്പിൽ വിതരണം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി തരങ്കിണി ക്ലബിലെ എല്ലാ അംഗങ്ങളും അവരുടെ ബ്ലഡ് പരിശോധിച്ച് ഏതെങ്കിലും രോഗികൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി കൊടുക്കുന്ന ഒരു സംവിധാനം ഉൾപ്പെടെ ഉള്ള നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴ്ന്നു. തടയണയുടെ ഉയരം കൂട്ടാൻ നടപടി തുടങ്ങിയിട്ടുമില്ല. കല്ലടയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാകുന്നതായി പുനലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു.
കല്ലടയാറ്റിലെ ജലത്തെ ആശ്രയിക്കുന്ന 3 കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനമാണ് ജലനിരപ്പ് താഴ്ന്നതോടെ അവതാളത്തിലാകുന്നത്. ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുണ്ടറ ജലവിതരണ പദ്ധതി, നഗരസഭ ജലവിതരണ പദ്ധതി. വേനൽ കടുക്കുന്നതോടെ കല്ലടയാറ്റിലെ ജലനിരപ്പ് നന്നേ താഴുക പതിവാണ്. അപ്പോഴൊക്കെ വാട്ടർ അതോറിറ്റി ലക്ഷങ്ങൾ മുടക്കി മണൽചാക്ക് നിരത്തി താൽക്കാലികമായി തടയണയുടെ ഉയരം കൂട്ടും. വർഷകാലമാകുന്നതോടെ ഈ ലക്ഷങ്ങൾ ഒലിച്ചു പോകുന്നതും പതിവാണ്. തടയണയുടെ ഉയരം കൂട്ടുന്നത് വ്യക്തമായ പഠനത്തിലൂടെ സ്ഥിരം സംവിധാനമായി വേണമെന്ന് നിരവധി തവണ ആവശ്യമുയർന്നിട്ടുണ്ട്. അതൊന്നും അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല. ഇക്കുറിയും പഴയ സ്ഥിതി തുടരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം സ്ഥാപിച്ച താൽക്കാലിക തടയണ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. കല്ലടയാറ്റിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. സമീപഭാവിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മടത്തറയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. കൊല്ലായിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം പന്നിക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചത്. കൊല്ലായിൽ മേലേവിള വീട്ടിൽ കെ പുരുഷോത്തമന്റെ 75 സെന്റിലെ കൃഷിയാണ് നശിപ്പിച്ചത്. മരച്ചീനി കൃഷി പൂർണ്ണമായും പന്നിക്കൂട്ടം നശിപ്പിച്ചു. തെങ്ങിൻ തൈകൾ, പാവൽ തുടങ്ങിയവയും നശിപ്പിക്കപ്പെട്ടു. 2 ദിവസമായി പൂർണ്ണമായിട്ടും ഇത് തീർന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ശേഷിപ്പ് 5-6 കമ്പും ബാക്കി തെങ്ങിൻ തൈകൾ മാത്രം ശേഷിപ്പുണ്ട്. കമുക് ഞാൻ വെച്ചിട്ടുള്ളതിൽ കമുക് ഉണ്ട്, തെങ്ങിൻ തൈ ഉണ്ട്, ഏത്തവാഴയുണ്ട്, റോബസ്റ്റ തുടങ്ങിയ കൃഷി എല്ലാ കൃഷികളും ഉണ്ടായിരുന്നതാണ്. പൂർണ്ണമായും 2 ദിവസമായിട്ട് ഇത് വന്ന് പന്നി കയറി നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് താങ്ങാൻ കഴിയാത്ത ഒരു കടബാധ്യതയിലാണിപ്പോൾ. മുമ്പ് പലതവണ പ്രദേശത്ത് പന്നിക്കൂട്ടം ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ രീതിയിൽ നാശം വിതച്ചത് ഇതാദ്യമാണ്. കൃഷിയിടത്തിന് ചുറ്റും വലയും മറ്റും ഉപയോഗിച്ച് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഫലപ്രദമായി തടയാൻ സാധിക്കുന്നില്ല. കടം വാങ്ങിച്ചൊക്കെയാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഇന്നത് കണ്ടിട്ട് അത് വളരെ വേദനയോടുകൂടി തന്നെ ഞാൻ ഈ വിവരം അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അധികൃതരെ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് പരമാവധി തന്ന് സഹായിക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. 26-ന് സന്നിധാനത്തെത്തും. 27-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം 4 മണി മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തങ്ക അങ്കി ദർശനത്തിന് വെച്ച ശേഷം വിശേഷാൽ പൂജകൾ നടത്തി 7 മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് മാറ്റി. തുടർന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഭക്തർക്ക് ദർശന സൌകര്യമൊരുക്കി കോഴഞ്ചേരി, ഇലന്തൂർ, ഓമല്ലൂർ, പത്തനംതിട്ട, കോന്നി, മലയാലപ്പുഴ, പെരിനാട് തുടങ്ങി 50-ലേറെ ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് 26-ന് ഉച്ചയ്ക്ക് തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് വെച്ച ശേഷം തങ്ക അങ്കി പേടകത്തിലാക്കി സന്നിധാനത്തിൽ എത്തിക്കും. ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്രയെ ആചാരപൂർവ്വം സന്നിധാനത്തേക്ക് സ്വീകരിക്കും. വൈകിട്ട് 6:30-ന് തങ്ക അങ്കി ചാർത്തിയാണ് ദീപാരാധന. 27-ന് ഉച്ചയ്ക്ക് തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസിനേക്കാൾ വലതുപക്ഷത്താണ് BJP എന്ന് CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസ് പിന്തുടർന്ന സാമ്പത്തിക നയങ്ങളാണ് BJP ഒരു ചുവടുകൂടി കടന്ന് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോളവത്കരണത്തിന്റെ ഭാഗമായ ധനമൂലധന താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിനേക്കാൾ ശക്തിയായി പ്രവർത്തിക്കുകയാണ് BJP. പൊതുവിതരണം നിർത്തലാക്കുക, എല്ലാം സ്വകാര്യവത്കരിക്കുക, സബ്സിഡികൾ നിർത്തലാക്കുക എന്നിവയിലെല്ലാം കോൺഗ്രസിന്റെ നയമാണ് BJPയും പിന്തുടരുന്നത്. ചില്ലറ വിൽപ്പന മേഖല വിദേശ ഭീമന്മാർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. പ്രതിരോധ മേഖലയിലും വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു. ഇതെല്ലാം കോൺഗ്രസ് നയങ്ങളുടെ തുടർച്ചയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വലതുപക്ഷത്തേക്കാണ് ഇപ്പോൾ വലതുപക്ഷമാണ്, പക്ഷെ അതിനേക്കാളും വലതുപക്ഷത്തേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് എന്ന് BJP ഗവൺമെന്റിനെ കുറിച്ച് അതിന്റെ നിലപാടുകളെ പറ്റി CPIM എന്ന സർവ കമ്മിറ്റി
16ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ നടക്കുന്ന ഘട്ടത്തിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ മുമ്പിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മുഴുവൻ വായിക്കാൻ ഇന്റർനെറ്റിൽ തന്നെ കൊടുത്തു. കോൺഗ്രസിനേക്കാളും ആഗോളവൽക്കരണ നിലപാട് BJP കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ധനമൂലധനത്തിന്റെ, പണ്ട് പറയുന്ന ഫിനാൻസ് മൂലധനത്തിന് അല്പം വ്യത്യാസമുള്ളതാണ് ധനമൂലധനം. ഈ ധനമൂലധനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് കോൺഗ്രസിനേക്കാൾ ഉപരി പ്രകോപനപരമായി BJP ആ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പറഞ്ഞു മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടേണ്ട, അപ്പോൾ പൊതുവിതരണം വേണ്ട, പൊതുമേഖല വേണ്ട, എല്ലാം സ്വകാര്യവൽക്കരിക്കണം, അതിനുവേണ്ടി സബ്സിഡി കൊടുക്കണ്ട. ഈ 3 കാര്യത്തിലും BJPക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പിന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പറയാത്തത് ഉൾപ്പെടെ ഇപ്പോഴും BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് റെയിൽവേ. 100% സ്വകാര്യവൽക്കരണത്തിലേക്കാണ് നീങ്ങുന്നത്. ശതമാനം ഇപ്പം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ബാങ്കിങ് പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കാനാണ്. പിന്നെ ഇൻഷുറൻസ് അതും അതുപോലെ തന്നെ. വിദേശ ഫിനാൻസ് മൂലധനത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ധനമൂലധനം ഇന്ത്യയിലെ ചില്ലറ കച്ചവട മേഖലയിൽ പ്രവേശിക്കുന്നതിൽ ഒരു തടസ്സമില്ല, കോൺഗ്രസ് അത് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ രക്ഷ, അതിനാവശ്യമായ ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് 100% വിദേശ ഫണ്ടിങ് ഉപയോഗിക്കാമെന്നാണ്, ധനമൂലധനത്തെ ആശ്രയിക്കാമെന്നാണ്. അപ്പൊ എല്ലാറ്റിന്റെയും മേലെ ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക മേഖലയാകെ സാർവദേശീയ ഭീമന്മാർക്ക് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിനേക്കാളും ശക്തിയായി അവരുടെ ദാസന്മാരെ പോലെ BJP ഇപ്പോഴ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിന്റെ ഭാഗമായിട്ട് പറയുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഐരക്കുഴി അജന്ത പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി. കലാകായിക രചനാ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 24, 25 തീയതികളിലായി വിവിധ കലാപരിപാടികളോടെയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1964 ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്തെ കുട്ടികളുടെ കലാകായിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കാണ് ക്ലബ്ബ് വഹിച്ചത്. ആദ്യ ദിനമായ ബുധനാഴ്ച കുട്ടികളുടെ രചനാ മത്സരങ്ങളോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ കലാമത്സരങ്ങൾ നടക്കും. വൈകിട്ട് 6 മണിക്ക് സമ്മാനദാനവും വിവിധ സ്റ്റേജ് പരിപാടികളും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.